നമസ്കാരം, ഞാൻ സേതുലക്ഷ്മി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ NCDC. സുധീര സന്ദേശം. പിണറായി സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ അതൃപ്തി അറിയിച്ച് VM സുധീരൻ. പ്രഖ്യാപനങ്ങളും പ്രവർത്തനങ്ങളും തമ്മിൽ പൊരുത്തപ്പെടുന്നില്ല. ക്രിമിനലുകളെ സംരക്ഷിക്കില്ലെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന ജലരേഖയായി. വിദ്യാർത്ഥികൾക്കെതിരെ നടക്കുന്ന പോലീസ് അക്രമങ്ങൾ നിയമസഭാ ഉപസമിതി അന്വേഷിക്കണമെന്നും KPCC അധ്യക്ഷൻ. തലശ്ശേരിയിൽ ദളിത് യുവതികൾക്കെതിരെ നടന്ന അക്രമം ന്യായീകരിക്കാൻ കഴിയില്ല. കേസ് പിൻവലിക്കാൻ CPM തയ്യാറാകണം. പോലീസിനെ സർക്കാർ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നു. ഇഷ്ടക്കാരല്ലാത്തവരെ കള്ളക്കേസിൽ കൊടുക്കുന്നത് സർക്കാരിന്റെ പ്രവർത്തന ശൈലിയായി മാറുന്നു. മദ്യനയം മാറ്റുമെന്ന പ്രഖ്യാപനം മദ്യലോബികൾക്കുള്ള പ്രത്യുപകാരമെന്നും VM സുധീരൻ. അതേസമയം ബിജു രമേശിന്റെ മകളുടെ വിവാഹ നിശ്ചയത്തിന് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും പോയതിൽ KPCC അധ്യക്ഷൻ അതൃപ്തി. തീരുമാനം ജനങ്ങളിൽ തെറ്റായ സന്ദേശം ഉണ്ടാക്കി. നേതാക്കൾ കുറച്ചുകൂടി ഔചിത്യം കാട്ടണമായിരുന്നു എന്നും പ്രതികരണം. നവകേരളത്തിനായി മുന്നോട്ട്. അഴിമതിക്കാർക്ക് നേരെ വടിയെടുത്ത് മുഖ്യമന്ത്രി. കൈക്കൂലി വാങ്ങുന്ന ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യണം. ആദ്യ ഉപദേശത്തിൽ തിരുത്തിയില്ലെങ്കിൽ ഇത്തരക്കാരെ രക്ഷിക്കാൻ നിൽക്കരുതെന്നും പിണറായി. മുഖ്യന്റെ പ്രസ്താവന തിരുവനന്തപുരത്ത് NGO യൂണിയൻ സംഘടിപ്പിച്ച ശില്പശാലയിൽ. പുതിയ കേരള മോഡലിനായി അഴിമതിരഹിത സിവിൽ സർവീസും ഭരണ പുനഃക്രമീകരണവും വേണം. ഇത് പ്രാവർത്തികമാക്കാൻ ഉദ്യോഗസ്ഥർക്ക് മാത്രമേ കഴിയൂ. ഇതിനായി സർവീസ് സംഘടനകളുടെ യോഗം വിളിക്കുമെന്നും മുഖ്യമന്ത്രി. 10ാം ശമ്പള കമ്മീഷൻ ശുപാർശകൾ സർക്കാരിന് അംഗീകരിക്കാനാകില്ല. പങ്കാളിത്ത പെൻഷൻ പദ്ധതി പുനഃപരിശോധിക്കും. സേവനങ്ങൾ കാലതാമസം വരുത്താതെ ജനങ്ങളിൽ എത്തിക്കുമെന്നും പിണറായി വിജയൻ. തെളിവിന്റെ പൊരുൾ തേടി. ജിഷ കൊലക്കേസ് അന്വേഷണത്തിൽ തൃപ്തിയെന്ന് DGP ലോക്നാഥ് ബെഹ്റ. കുറ്റപത്രം സമർപ്പിക്കേണ്ട ഘട്ടം എത്തിയിട്ടില്ല. ഇതിനു മുൻപ് വസ്തുതകൾ മാധ്യമങ്ങളെ അറിയിക്കും. പ്രതിയുടെ ചിത്രം പ്രചരിപ്പിച്ചത് അന്വേഷണ നടപടികൾക്ക് തിരിച്ചടിയായി. പോലീസിന് വീഴ്ച പറ്റിയോ എന്നത് സംബന്ധിച്ച് പിന്നീട് പരിശോധിക്കുമെന്നും ബെഹ്റ. കൊലയാളി അമീറുൽ ഇസ്ലാമിനെ നാളെ മുതൽ തെളിവെടുപ്പിന് കൊണ്ടുപോകാൻ തീരുമാനം. ജിഷയുടെ വീട്ടിലും കാഞ്ചീപുരത്തും ആവശ്യമെങ്കിൽ അസമിലും തെളിവെടുപ്പ് നടത്തും. അതിനിടെ കൊലപാതകത്തിൽ കൂട്ടുപ്രതിയുടെ സാധ്യത തള്ളി അന്വേഷണ സംഘം. കൃത്യം നിർവഹിച്ചത് അമീറുൽ ഇസ്ലാം തനിച്ചെന്നും നിഗമനം. ജിഷയുടെ വീട്ടിൽ നിന്ന് ഇന്നലെ ലഭിച്ച വിരലടയാളം സംഭവ സ്ഥലത്തെത്തിയ മറ്റാരുടെയെങ്കിലും ആകാമെന്നും നിഗമനം. നോക്കൌട്ടിൽ നോട്ടമിട്ട്. യൂറോ കപ്പിൽ പ്രീ ക്വാർട്ടർ പോരാട്ടങ്ങൾക്ക് ഇന്ന് തുടക്കം. ആദ്യ മത്സരത്തിൽ സ്വിറ്റ്സർലൻഡ് പോളണ്ടിനെയും രണ്ടാം മത്സരത്തിൽ വെയിൽസ് അയർലൻഡിനെയും നേരിടും. ആരാധകർ കാത്തിരിക്കുന്ന പോർച്ചുഗൽ ക്രൊയേഷ്യ മത്സരം രാത്രി 12:30. ഗ്രൂപ്പ് Fലെ 3ാം സ്ഥാനക്കാരായ പോർച്ചുഗൽ അവസാന 16-ൽ കടന്നുകൂടിയത് 3 സമനിലയുടെ ബലത്തിൽ. ടീമിന് കരുത്തായി കഴിഞ്ഞ മത്സരത്തിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ നേടിയ ഇരട്ട ഗോൾ പ്രകടനവും. അതേസമയം ക്രൊയേഷ്യ പ്രീ ക്വാർട്ടറിൽ 1ാം സ്ഥാനത്തെത്തിയത് സ്പെയിനിനെ 1-നെതിരെ 2 ഗോളുകൾക്ക് അട്ടിമറിച്ചു. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2820 രൂപ, പവൻ 22,560 രൂപ, വെള്ളി ഗ്രാമിന് 42 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 5:30. നമസ്കാരം.